കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥി മൗസ മെഹ്റിസിന്റെ ആത്മഹത്യയിൽ സുഹൃത്ത് അൽഫാൻ ഇബ്രാഹിമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കഴിഞ്ഞ 24-നാണ് വിദ്യാർത്ഥിനിയെ വാടക വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൗസ മെഹ്സിന്റെ മരണത്തിൽ ആൺ സുഹൃത്ത് കോഴിക്കോട് കോവൂർ സ്വദേശി അൽഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വയനാട് വൈത്തിരിയിൽ നിന്നാണ് അൽഫാൻ പിടിയിലായത്. മരിക്കുന്നതിന് തലേന്ന് രാത്രിയിൽ ഹോട്ടലിൽ വെച്ച് അൽഫാൻ മൗസയെ മർദ്ദിച്ചതായി കണ്ടെത്തി. ആളുകളുടെ മധ്യത്തിൽ വെച്ചും അൽഫാൻ മൗസയെ മർദ്ദിച്ചിരുന്നു. പെൺകുട്ടിയുടെ ഫോൺ പ്രതി ബലമായി പിടിച്ചെടുത്തു. മൗസ ഫോൺ തിരികെ കൊടുത്തില്ല. ഇതിനുശേഷം പെൺകുട്ടിയുടെ വീട്ടിൽ വിളിച്ച് അൽഫാൻ മോശമായി സംസാരിച്ചിരുന്നു. ഇതെല്ലാം ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതി കൈക്കലാക്കിയ ഫോൺ പോലീസ് കണ്ടെടുത്തു. സൗഹൃദത്തിലായിരുന്നു. സൗഹൃദത്തിന് ശേഷം ഇവർ പ്രണയം പോലെയായി. അതിനുശേഷം ഇവള് പിന്മാറാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അവൾ പിന്മാറാൻ അനുവദിക്കാത്ത രീതിയിൽ അവൻ പിന്നാലെ ശല്യം ചെയ്യുകയും അവിടെ ദേഹോപദ്രവേൽപ്പിക്കുകയും പബ്ലിക്കായിട്ട് ഒരു തീപ്പെട്ടി നിറഞ്ഞ ചായക്കടയുടെ അവിടെ വെച്ചിട്ട് അവിടെ ആക്രമിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ ആ കുട്ടി ഇവൻ്റെ ഉപദ്രവം കൊണ്ടൊക്കെ മരണപ്പെടുന്ന ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇവൻ്റെ പ്രേരണയാണ് അദ്ദേഹം കുറ്റസമ്മതം കുറച്ച് നടത്തിയിട്ടുണ്ട്. വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ചായിരുന്നു അൽഫാൻ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത്. വിവാഹിതനാണെന്ന് മൗസ തിരിച്ചറിഞ്ഞതോടെയാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. കോഴിക്കോട്ടെ ഒരു റെസ്റ്റോറന്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത്. ആ സൗഹൃദം പ്രണയത്തിന് വഴിമാറുകയായിരുന്നു. അൽഫാനുമായി സൗഹൃദം ആരംഭിച്ച ശേഷം മൗസ മറ്റുള്ളവരുമായുള്ള അടുപ്പം കുറച്ചതായി സുഹൃത്ത് മൊഴി നൽകിയിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.